ഹായ്, ഞാൻ ഡോക്ടർ ഫോക്സ്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് കാലമായി. നീണ്ട ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എന്ത് ചൂടൻ. വേണ്ട, അത് ലാലേട്ടൻ തന്നെ പറഞ്ഞോട്ടെ, നമുക്ക് ചെയ്തില്ല. ലേറ്റായി. അതിനിപ്പോ കാരണങ്ങളും പ്രാരാബ്ദങ്ങളും ഒന്നും പറഞ്ഞ് നിങ്ങളെയും കൂടെ സങ്കടാക്കണില്ല. എന്തിനാ വെറുതെ നമ്മൾ കഴിഞ്ഞു പോയ ദുരന്തങ്ങൾ ആലോചിച്ച് വീണ്ടും വീണ്ടും സങ്കടപ്പെടുന്നത്. നമുക്ക് പുതിയ സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്രാവശ്യം ഞാൻ വന്നത് ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ അല്ല, ആഫ്റ്റർ എഫക്ട്സ് ട്യൂട്ടോറിയൽ അല്ല. ഇപ്പൊ ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മളൊരു ഗെയിം ഉണ്ടാക്കാൻ പോവാണ്. ഈ സീരീസിലൂടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൊബൈൽ ഗെയിമാണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് സിമ്പിൾ ഗെയിമാണ്, എന്നാലും അത്യാവശ്യം ഒരു സ്റ്റാർട്ട് കിട്ടാൻ ഇത് മതി. ഇത് ഞാൻ ഓൾറെഡി യെസ് മെഷീനറി എന്നുള്ള ഒരു കമ്പനിക്ക് വേണ്ടി നിയോറഷ് എന്ന പേരിലൊരു ഗെയിം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സെയിം ഗെയിമാണ് നമ്മളിവിടെ ട്യൂട്ടോറിയലായിട്ട് പറയാൻ പോകുന്നത്. പക്ഷെ അതിൽ നിയോ എന്ന് പറഞ്ഞ അവരുടെ ക്യാരക്ടറാണ് ഹീറോ എങ്കിൽ ഇതിൽ ഡോക്ടർ ഫോക്സ് ഞാനായിരിക്കും ഇതിലെ ഹീറോ. പക്ഷെ ഈ ട്യൂട്ടോറിയൽ കണ്ട് നിങ്ങളൊരു ഗെയിം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം വെച്ചുകൊണ്ട് നിങ്ങളെ ഹീറോ ആക്കിക്കൊണ്ട് ഒരു ഗെയിം ഉണ്ടാക്കാം. ടെക്നിക്കലി നമ്മുടെ മുഖം അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരാളുടെ മുഖമൊക്കെ ആക്കി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ 3D നോളജ് ഉള്ള ഒരാൾക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ കുറച്ച് AI ടൂൾസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മളതൊന്നും വലിയ 3D നോളജ് ഇതിന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഉള്ളത് നല്ലതാണ്, 3D സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പരിചയം നല്ലതാണ്. പക്ഷേ ഈ ഒരു ഗെയിം നമ്മൾ അടുത്ത സെഷനിൽ ഉണ്ടാക്കാൻ പോകുന്ന ഗെയിം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ ഒരു ഗെയിം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് 3D ഏരിയയിൽ പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും വേണമെന്നില്ല. അത്യാവശ്യം കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ അറിയണം. അത് പേടിക്കണ്ട, ഞാൻ ഈ സീരീസിൽ തന്നെ പറഞ്ഞു പോകും, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളൊന്നും പെയ്ഡ് അല്ല. ഞാൻ ഇനി വല്ല പെയ്ഡ് സോഫ്റ്റ്വെയറും യൂസ് ചെയ്താലും അതിന്റെ ഫ്രീ സോഫ്റ്റ്വെയർ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അൺറിയൽ എഞ്ചിൻ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് ടോട്ടലി ഫ്രീ ആണ്. ടോട്ടലി ഫ്രീ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു $1 മില്യൺ ഇതിൽ നിന്ന് ഈ ഗെയിം വെച്ചിട്ട് നിങ്ങൾ കാശ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ 5% അവർക്ക് കൊടുക്കണം. അതിനുശേഷം അതിനു മുമ്പ് ഉണ്ടാക്കിയ ₹1 നിങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. സോ ഫ്രീ തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് AI സോഫ്റ്റ്വെയർസ് കാണും, അതും ഫ്രീ ആണ്. അവർക്കൊക്കെ പെയ്ഡ് വേർഷൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ ആവശ്യത്തിന് അതൊന്നും ആവശ്യമില്ല, അതും നമ്മൾ കാണും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിസ്റ്റം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ സീരീസിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൊബൈൽ ഗെയിം ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മൊബൈൽ ഗെയിം ഉണ്ടാക്കുമ്പോൾ ഒരു PC ഗെയിം ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മൾ ഈ സീരീസിലൂടെ കാണും. അതുകൊണ്ട് ആ ലിമിറ്റിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു ഗെയിം ആയിരിക്കും ഉണ്ടാവുക. ആ ഗെയിം എനിക്ക് ഇപ്പോൾ ഞാൻ വേറൊരു കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെയ്തേനെ, നമ്മുടെ പ്ലേ സ്റ്റോറിൽ ചെയ്തേനെ. ഇപ്പം ഈ ഗെയിം ഇപ്പൊ ഡോക്ടർ ഫോക്സിനെ വെച്ചിട്ടുള്ള ഈ ഗെയിം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡിസ്കോഡിലൂടെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. 100 MB ആണ് ഇപ്പോൾ അതിന്റെ സൈസ് ഉള്ളത്. നമ്മൾ ഈ ഗെയിം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുതിയ പുതിയ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്തു പോകും. ഇപ്പൊ നമ്മുടെ UI ഒന്നും വലിയ രസമൊന്നുമില്ല. നമുക്ക് ഈ സൈഡിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുകളിലിരിക്കുന്നത് ലൈഫ് എന്നൊക്കെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ നമ്മൾ അത്യാവശ്യം രസമുള്ള UI ആക്കും. ആ കോയിനൊക്കെ കുറച്ചുകൂടെ ഭംഗിയുള്ളതാക്കി മാറ്റും. കുറച്ചുകൂടെ ഗെയിം മെക്കാനിക്സും കുറച്ചുകൂടെ ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആക്കണം എന്നുള്ള പ്ലാനുകളുണ്ട്. അതൊക്കെ നമ്മൾ സീരീസിൽ മുന്നോട്ട് പോകുമ്പോൾ ചെയ്തു പോകും. സോ ഇത്രയും കാര്യങ്ങളാണ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. പിന്നെ ഗെയിം ഉണ്ടാക്കുമ്പോൾ ചിലർക്കുള്ള ഡൗട്ട്, പ്രോഗ്രാമിംഗ് കോഡിംഗ് ഒക്കെ അറിയണ്ടേ. പ്രോഗ്രാമിംഗ് അറിഞ്ഞിരിക്കണം എന്നില്ല, ഞാൻ പറഞ്ഞുതരും. പ്രോഗ്രാമിംഗ് അറിഞ്ഞിരിക്കണം, കോഡിംഗ് ആവശ്യമില്ല. നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്തിട്ടുള്ള കോഡിന് പകരം ഒരു നോഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കുക. കുറച്ചുകൂടെ സിമ്പിളാണ്, കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവാൻ. പ്രോഗ്രാമർ ഒരു കോഡിംഗ് മൈൻഡിൽ നിൽക്കാത്ത ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ കുറെ പ്രീസെറ്റുകൾ ഉണ്ട്. സോ അവിടെയും നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഈ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് വീക്കിലി ഒരു വീഡിയോ എങ്കിലും മിനിമം അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ മുകളിലാണ്. നമ്മളിപ്പോ കഴിഞ്ഞ മാസം സ്റ്റക്ക് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഉറപ്പൊന്നും പറയുന്നില്ല. വീക്കിലി ഒരു വീഡിയോ എങ്കിലും, ചിലപ്പോൾ 2 വീഡിയോ ഒക്കെ അപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരും. ഏതായാലും പറ്റുന്നതിനനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. പ്ലസ് ഒരു ലൈവും വീക്കിലി ഞാൻ ട്രൈ ചെയ്യും. ഉള്ളതും ഇല്ലാത്തതും നമ്മുടെ ഡിസ്കോഡ് ചാനലിൽ പറയും. ഡിസ്കോഡ് ചാനലിൽ ഓൾറെഡി ഇല്ലാത്തവർ നമ്മുടെ ഡിസ്കോഡ് ചാനലിന്റെ ലിങ്ക് ഇവിടെയും കാണും. നമ്മുടെ യൂട്യൂബിന്റെ മറ്റേ ഇതിന്റെ പേരടിച്ച് നോക്കുമ്പോൾ അവിടെ വരുന്ന ടോപ്പിൽ ഞാൻ ആ വീഡിയോ കാണിക്കുന്നുണ്ട് മുകളിൽ. ഈ സ്ഥലത്ത് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നമ്മുടെ
കമ്മ്യൂണിറ്റിയിലേക്ക് അംഗമാകാം. അവിടെ നമ്മൾ പുതിയ കാറ്റഗറി ഉണ്ടാക്കും ഗെയിം ഡെവലപ്മെന്റിന് വേണ്ടി. അതിലും ജോയിൻ ചെയ്ത് വെക്കുക. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് ലൈവിൽ പറയാം, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. നമ്മുടെ ഫോട്ടോഷോപ്പിന്റെ ലാസ്റ്റത് അങ്ങനെ നിന്ന് ആരില്ലാതായി പോയി. പോട്ടെ. നമ്മളിപ്പോ പറഞ്ഞ ഒന്നെന്തായിരുന്നു? നമ്മൾ ഒരുപാട് ലേഗ് അടിപ്പിക്കേണ്ട, അതൊരു ഇൻട്രോ മാത്രമാണ്. നമ്മളിപ്പോഴും ക്ലാസ് തുടങ്ങിയിട്ടില്ല. സോ ലൈക്കും സബ്സ്ക്രൈബും ബെൽ ബട്ടനും ഒക്കെ അടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ബാക്കി സീരീസ് വരുമ്പോൾ ഇവിടെ അറിയാം. ഇനി ഇവിടെ നിന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മളെ ഡിസ്കോഡിലൂടെ ഞാൻ ഇതിങ്ങനെ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോഴല്ല, അടുത്ത വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മൾ ബൈ പറയാൻ പോവാണ്. ബൈ.